അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, യർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിച്ചാൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു തആല നിങ്ങളോട് കരുണ കാണിക്കും. വളരെ പ്രസക്തമായിട്ടുള്ള ഹദീസാണ്. കരുണ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ആ കരുണ കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോവുക. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വലിയ കിതാബ് ഉണ്ടാക്കിയ പണ്ഡിതനാണ്, സൂഫിയാണ്, വലിയ ആലിമാണ്, എല്ലാമാണ്. അത്രയും വലിയ പണ്ഡിതനാണ്. ആ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്രമേൽ വലിയ സ്ഥാനം ലഭിച്ചിട്ടുള്ളത്? സ്വർഗീയ ആരാമത്തിൽ ഇത്രമേൽ അല്ലാഹു തആല വലിയ പദ്ധതികൾ കൊടുത്തത് എന്താന്ന് സുഹൃത്ത് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുണ്ട്. എന്താണെന്നറിയോ? ഒരിക്കൽ ഞാനിങ്ങനെ എഴുതുന്ന സമയത്ത്, കിതാബ് എഴുതുമ്പോൾ ഒരു ഈച്ച വന്നുകൊണ്ട് ആ മഷി ഇങ്ങനെ ഊറ്റി കുടിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അനക്കാതെ ആ പെണ്ണിങ്ങനെ പിടിച്ചു കൊടുത്തു. അങ്ങനെ ഈച്ച അതിൻ്റെ ദാഹം അകറ്റി കഴിഞ്ഞപ്പോഴാണ് ഞാനത് എടുത്തത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മഹാനായ ഗസാലി ഇമാമിന് അല്ലാഹു തആല ഇത്ര വലിയ സ്ഥാനം കൊടുത്തത് കാണാം. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ചൂടുകാലാണ്. നമ്മുടെ ചുറ്റും ആയിരക്കണക്കിന് പക്ഷികളുണ്ട്, ഉറപ്പാണ്. മൃഗങ്ങളുണ്ട്, ഉറപ്പാണ്. മുഅ്മിനീങ്ങൾ നല്ല തണലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മരങ്ങളിലൊക്കെ നമ്മൾ എന്താകണം? തണ്ണീർ കുമ്പിളുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ജീവികൾ, ഒരുപാട് ജീവികളുണ്ടല്ലോ, ആ ജീവികളൊക്കെ വേണ്ട രീതിയിൽ പരിപാലിക്കണം. നമുക്ക് തന്നെ എന്ത് ദാഹല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജലാശയങ്ങളൊക്കെ വറ്റി 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 പോവല്ലേ? ഏതൊരിക്കും ഇവിടുന്ന് വെള്ളം കിട്ടുക? നിങ്ങൾ നോക്കി, നിങ്ങളൊന്ന് തണ്ണീർ കുമ്പിൾ വെച്ചാൽ തന്നെ പിറ്റേന്ന് തന്നെ ചിലപ്പം എന്താവും, പക്ഷികൾ വരും, വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇനിങ്ങളെ നമ്മളുടെ വീട്ടിൽ ഒരു ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും ചില പക്ഷികൾ വരുന്ന ഒരു ഭാഗമുണ്ട്, അവിടെയൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുവെക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.